US ആദ്യം നമ്മൾ പ്രീ മെഡിസിൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം മെഡിസിനിലോട്ട് പോകാൻ. ഇത് വളരെ കോമ്പറ്റീറ്റീവാണ്. അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് റേറ്റ് എന്നൊക്കെ പറയുന്നത് 10% താഴെയാണ്. അപ്പം ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ പല യൂണിവേഴ്സിറ്റീസും മെഡിസിൻ ചോദിക്കുന്നത് 95% എബോവ് മാർക്സാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വളരെ കൗൺസിലിംഗിൽ കൊടുക്കുന്ന പോയിന്റ്സ് ആണ് എന്തുകൊണ്ട് വിദേശത്ത് പഠിക്കാൻ വിടരുത്. അങ്ങനെയുണ്ടോ? അത് ഞങ്ങൾ പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചു വരുന്ന ഒരാളുടെ ഞങ്ങൾ പറയാറുണ്ട്, വിദേശത്ത് പോകേണ്ടത് പറയാറുണ്ട്. മക്കളോട് സ്നേഹമുള്ളവർ ഉറപ്പായും ഈ വീഡിയോ കാണണം. നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപൂർവം ചില വീഡിയോകളിലാണ് ഞാൻ പറയാറുള്ളത്, നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളിത് കാണണം എന്ന് പറഞ്ഞതുപോലെ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയാറ് പതിവില്ല. അങ്ങനെ പറയുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ വളരെ ഗൗരവമുള്ള വിഷയമാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. നമുക്കറിയാം, നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷേ നമ്മുടെ കുട്ടികളെ റാഞ്ചാൻ ഒരുപാട് കഴുകന്മാർ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട്. നമ്മളറിയാതെ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പിടിച്ച് കഴുകന്മാർക്ക് കൊടുക്കും. നിങ്ങളവർക്ക് ഇതെന്താ പറയുന്നത്? അതെ, സത്യമാണ്, അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെയും സംഭവിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ ഇരപിടിയന്മാർക്ക് കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു 10 വർഷം മുമ്പാണ്, ഇപ്പോൾ നമ്മൾ ഉക്രൈൻ യുദ്ധം നടക്കുന്നു, 5 വർഷമായി യുദ്ധം നടക്കുന്നു. അതിനു മുമ്പ്, യുദ്ധമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ആലപ്പുഴയിലുള്ള എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മകനേ ഉള്ളൂ. ആ മകനെ MBBS പഠിക്കാൻ വേണ്ടി ഉക്രൈനിലേക്ക് വിട്ടു. പിന്നെ ഒരു 2 വർഷം കഴിയുമ്പോൾ ആ കുട്ടി ജഡമായിട്ടാണ് തിരിച്ചു വന്നത്. അവിടെ ചെന്നു പെട്ടത് ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ കയ്യിൽപ്പെട്ടതുപോലെയാണ്. പഠിക്കാൻ പോയ കുട്ടി വല്ലാത്ത ഒരു ലോകത്ത് പെട്ടു. വളരെ മോശം സ്ഥാപനമായിരുന്നു. അവിടെ പോയിട്ട് അവിടുത്തെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവസാനം ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും എൻ്റെ സുഹൃത്തിൻ്റെ മനോനില ശരിയല്ല. നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി +2 ഒക്കെ കഴിഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഉണർന്നിരിക്കുന്നു. ഒരുപാട് കഴുകന്മാർ നിങ്ങളെ അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭനങ്ങളും വശീകരിക്കുന്ന പരസ്യങ്ങളുമായി വരുന്നുണ്ട്. വിദ്യാഭ്യാസം ഒരു വലിയ കച്ചവടമാണ്. നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, വിറ്റുപെറുക്കിയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവും. പക്ഷേ നമ്മുടെ കുട്ടികളെ റാഞ്ചിക്കൊണ്ട് പോകുന്ന കഴുകന്മാരെ നമുക്കറിയില്ല. അവർ നല്ല മേക്കപ്പൊക്കെ ഇട്ട് വന്നിരിക്കും. അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ ഒരു 2 വർഷം മുമ്പ് ഈ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ സമീപിച്ചത് കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസ കൺസൾട്ടൻസി നടത്തുന്ന നമുക്ക് വളരെ അടുപ്പമുള്ള ശ്രീ P. മനോജിനെയാണ്. അദ്ദേഹം നമ്മുടെ ഫ്ലോറിലുണ്ട്. സ്വാഗതം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 33 വർഷമായി അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹവും കുട്ടികളെ വിദേശത്തേക്ക് അയക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് കുട്ടികളെ ചേർക്കണമെന്നല്ല അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ വന്നാലും നിങ്ങൾ നോക്കേണ്ടത് വിദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്രെഡൻഷ്യൽസ് നോക്കാതെ നമ്മൾ കുട്ടികളെ അയച്ചാൽ നമുക്ക് അബദ്ധം പറ്റും എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാം നിങ്ങൾ വരൂ, ഞാൻ 50,000 പേരെ കയറ്റി അയച്ചു എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പത്രങ്ങളിലെല്ലാം മുഴുനീള ജാക്കറ്റ് പരസ്യം വരും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരസ്യം. പക്ഷേ അതിൽ ഏതാണ്ട് 95% ഫേക്കാണ്. അവിടെ പോകുന്ന കുട്ടികൾ അടിമപ്പണി ചെയ്യുന്നവരുണ്ട്. ജോലി എടുത്ത് പാർട്ട് ടൈം ജോബ് കൂടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ പോകുന്നു. പക്ഷേ വഴിതെറ്റി പോകുന്നവരുണ്ട്. കാരണം അവർക്ക് പറ്റുന്ന കോഴ്സിന് ചേരാൻ പറ്റാതെ വരുന്നു. നിരാശരായി തിരിച്ചു വരുന്നവരുണ്ട്. വന്നതിന് ശേഷം ഒരുപാട് പണം നഷ്ടപ്പെട്ട് വിലപിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കുട്ടികൾക്ക് ശരിയായ വഴി കാട്ടാൻ വിദേശത്ത് പോയി പഠിക്കണമെങ്കിൽ ആരെയും കണ്ണുപൂട്ടി വിശ്വസിച്ച് പോകാൻ പറ്റുമോ? ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനം കഴിഞ്ഞ 33 വർഷമായിട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ ഇന്ന് വരെ ഒരൊറ്റയാൾ പോലും ഇതിനെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസിൽ, അദ്ദേഹം വിദേശത്ത് പോയത് അങ്ങേലൂടെയാണ് അല്ലേ? അതെ. അതെന്താ, അതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അത് 2002 സമയത്ത് വളരെ സുമുഖമനായ ചെറുപ്പക്കാരൻ, എനിക്കറിയില്ല ആരായിരുന്നു, ഫാസിലിൻ്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു. കാണാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് ഫഹദ് എന്നാണ്, ഞങ്ങൾ വിളിക്കുന്ന വേറൊരു പേരുണ്ടായിരുന്നു, ഓക്കെ മറന്നുപോയി, ഓക്കെ ഫഹദ് എന്നാണ് പേര്, എനിക്ക് അമേരിക്കയിൽ പഠിക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ഒരു കസിൻസ് 1-2 പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ അവിടെ ഒരു കൗൺസിലിങ്ങിന് വന്നതാണ്. എന്നിട്ടാണ് പറഞ്ഞത്, എൻ്റെ ഫാദർ
ഫാസിലാണ്. ഫിലിമിലാണ്. ഫാസിലാണ്. ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യെത്തും ദൂരത്ത് സിനിമയിൽ കയ്യെത്തും ദൂരത്ത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വന്നു. അതെ, 2001 വന്നത്. 2002 കക്ഷി പഠിക്കാൻ പോയി. അമേരിക്കയിലും യൂണിവേഴ്സിറ്റി ഓഫ് മയാമിയിൽ വേൾഡ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിങ്ങിനാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കക്ഷിയുടെ പ്ലാനൊക്കെ മാറി, പിന്നെ ഫിലോസഫിയിലോട്ടൊക്കെ മാറി. അങ്ങനെ കക്ഷി അവിടെ നിന്ന് പോയിട്ടുള്ളത്. അല്ല, ഞാൻ ഈ ചോദിക്കുന്നത് എനിക്കൊരു സംശയം. ഇപ്പോൾ നമ്മൾ ഈ എല്ലാ പത്രങ്ങളിലും എല്ലായിടത്തും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരസ്യമാണ്. എല്ലാ രാജ്യങ്ങളിലേക്ക് പോകാം, ജർമ്മനിക്ക് പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം എന്നൊക്കെ പറഞ്ഞ് പരസ്യമുണ്ട്. ഈ പോകുന്നതൊക്കെ യഥാർത്ഥത്തിൽ ജെന്യുവിൻ സ്ഥാപനങ്ങളിലാണോ എന്ന് ഉറപ്പുവരുത്താൻ എന്താ മാർഗം? അത് നമ്മൾ പോകുന്ന ആൾക്കാർക്ക് തന്നെ നമുക്ക് ഇപ്പം അങ്ങനെ നമുക്ക് റിസർച്ച് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ഈ എയുടെ കാലത്ത് ഒരു ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ പോലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ജെന്യുവിനെസ്സിനെ പറ്റിയും അതിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസർച്ച് ചെയ്യണം. അതിനകത്ത് വരുന്ന കുഴപ്പമെന്ന് പറയുന്നത് പല ആൾക്കാരും ഇതിനെപ്പറ്റി ഒരു കാര്യമായിട്ടുള്ള റിസർച്ച് ചെയ്യാറില്ല. അവർ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ച്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടി പോയി, അതേ കുട്ടി പഠിക്കാൻ പോയി, അപ്പം ഇവനും ഞാനും പോട്ടെ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ട്രെൻഡിൻ്റെ പുറകെ പോകുന്നതാണ് ഇത്. നമ്മൾ ചെയ്യേണ്ടത് ഇത് ബേസിക്കലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടായിരിക്കും MBBS ആണോ MD ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പലരും ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് വരുമ്പോൾ ആരാണോ എന്താണോ എന്നൊന്നുമല്ല നോക്കുന്നത്. അവർ കണ്ടിട്ടുള്ള പരസ്യത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ പലരും പരസ്യം കണ്ട് മാത്രമാണ് പോകുന്നത്. പരസ്യം ഓഫ് കോഴ്സ് ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് പരസ്യം അത് മോശമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മളത് ക്രെഡിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇവർ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം സ്വന്തമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു കൺക്ലൂഷനിലോട്ട് എത്തണം. അല്ല, നമ്മളിപ്പോൾ ഒരു കോഴ്സിന്, ഇപ്പോൾ എനിക്ക് എൻ്റെ മകളെ ഒരു കോഴ്സിന് വിടണം, അവൾക്ക് ഇപ്പോൾ മെഡിസിൻ പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കേണ്ടത് എന്താണ്? ഏത് തരം സർവകലാശാലകളാണ് നോക്കേണ്ടത്? ഇപ്പം മെഡിസിൻ പഠിക്കാനായിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് USA, ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി മെഡിസിൻ പഠിക്കുക എന്ന് പറഞ്ഞത് പ്രാക്ടിക്കലി എക്സ്പെൻസീവ് ആണെന്ന് മാത്രമല്ല ഫീസിബിളും അല്ല. കാരണം ഫോർ എക്സാമ്പിൾ US ആദ്യം നമ്മൾ പ്രീ മെഡിസിൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം മെഡിസിനിലോട്ട് പോകാനായിട്ട്. വളരെ കോമ്പറ്റീറ്റീവാണ്. അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് റേറ്റ് എന്നൊക്കെ പറയുന്നത് 10% താഴെയാണ്. അപ്പം ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ പല യൂണിവേഴ്സിറ്റീസും മെഡിസിൻ ചോദിക്കുന്നത് 95% എബോവ് മാർക്സാണ്. അത് കഴിഞ്ഞ് അവർക്ക് മെഡിക്കൽ അഡ്മിഷൻ ടെസ്റ്റ് പലയിടത്തും ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്. മാത്രമല്ല എൻ്റെ ഫീസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 50-60 ലക്ഷം ഒരു വർഷം തന്നെ വരുന്നുണ്ട്. ഒരു വർഷം തന്നെ. അപ്പോൾ അത് ഒട്ടും പ്രാക്ടിക്കലി ഫീസിബിൾ അല്ല ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയി പഠിക്കുക എന്നുള്ളത്. അപ്പം അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് പലരും ഈ പറഞ്ഞ പോലെ ഉക്രൈനിലും ചൈനയിലും റഷ്യയിലും ജോർജിയയിലൊക്കെ പോയി പഠിക്കുന്നത്. എനിവേ ഞങ്ങൾ ആ ഒരു സെഗ്മെൻറ്റിലില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ പോളിസി ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഞങ്ങൾ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ സ്റ്റുഡൻസിനെ വിടാറില്ല. അത് മാത്രമല്ല, ഞാൻ കേട്ടിട്ടുള്ള അങ്ങൊക്കെ പ്രിഫർ ചെയ്യുന്നത് സർക്കാർ സർവകലാശാലകളിൽ മാത്രം കുട്ടികളായിരിക്കും. അതെ, അതൊരു പോളിസിയാണ്. അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ചില പോളിസിയിൽ ഒന്നാണ് എപ്പോഴും പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് യൂണിവേഴ്സിറ്റീസ്, അതായത് പ്രോഫിറ്റിന് വേണ്ടി റൺ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലോ പ്രൈവറ്റ് കോളേജുകളിലോ ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പോലുള്ള കോഴ്സുകൾക്ക് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കോളേജിൻ്റെ പേര് കണ്ടാൽ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ? ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ ആ യൂണിവേഴ്സിറ്റി പബ്ലിക് ആണോ ഫണ്ടഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റിയും അവരുടെ വെബ്സൈറ്റിൽ അവരുടെ എബൌട്ട് അസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ യൂണിവേഴ്സിറ്റി പറ്റി കൊടുത്തിട്ടുണ്ടാകും, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ പലപ്പോഴും ഈ ആളുകൾ വന്നിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ ചെല്ലുന്നു, അഡ്മിഷൻ വേണമെന്ന് പറയുന്നു. ഇപ്പോൾ X എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചെല്ലുന്നു, അവർ കുറേ ബ്രൗഷേഴ്സ് എടുത്ത് വെക്കുന്നു, ഇതിൻ്റെ എൻ്റെ കോളേജ് കൊള്ളാം എന്ന് പറയുന്നു, ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നു, അത് ഓക്കെ എന്ന് പറയുന്നു, ഫീസ് കൊടുത്ത് ചേരുന്നു. ഇതല്ലേ ചെയ്യുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരു കൺസൾട്ടൻസി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ എന്താണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് അവരോട് ചോദിക്കാം. അവർ തരുന്ന ഓപ്ഷൻസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൽ ഒരുപാട് ഹോംവർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്, ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ഒരു യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയ്മെൻറ്റ് റേറ്റ്, സ്റ്റുഡൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്ലസ് നമുക്ക് കഴിവതും മിക്കവാറും ഉള്ള എല്ലാ ഏജൻസിയിലും നമുക്ക് അവിടെ പഠിക്കുന്ന മറ്റ് പല കുട്ടികളായിട്ട് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും.
അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടുമല്ലോ. അതിൻ്റെ റാങ്കിങ് അറിയാൻ പറ്റും, അതിൻ്റെ എംപ്ലോയബിലിറ്റി അറിയാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നോർമലി കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഈ കൺസൾട്ടൻസി ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, ഈ അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന സ്ഥാപനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ നോക്കും എന്നൊക്കെ. അങ്ങനെ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റത്തില്ല. ബട്ട് എല്ലാ ഇൻഡസ്ട്രിയിലുള്ളതുപോലെയും ഈ ഇൻഡസ്ട്രിയിലും അങ്ങനെ ആൾക്കാരുണ്ട്. കാര്യം സ്റ്റാഫിന് ഇൻസെൻറ്റീവ് വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് നമ്മൾ ആ ട്രാപ്പിൽ വീഴാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി എന്നുള്ള കാര്യം അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുക. അല്ല അവരുടെ ചോയ്സ് ഒരിക്കലും നമ്മളുടെ ആയിരിക്കണം. ഫൈനൽ ചോയ്സ് എപ്പോഴും നമ്മളായിരിക്കണം അവസാനം തീരുമാനിക്കുക. ഫൈനൽ ഡിസിഷൻ മേക്കർ നമ്മളായിരിക്കണം. ബട്ട് മറ്റേതും പറഞ്ഞാൽ കൺസൾട്ടൻസി മാത്രമാണ്. നമുക്ക് ഓപ്ഷൻസ് തരാം, അവരുടെ അഡ്വൈസ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് നെഗറ്റീവ് ഫാക്ടേഴ്സൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചൂസ് ചെയ്യുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ് പ്രിഫർ ചെയ്യുമെന്ന് പറഞ്ഞു, അത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ സർക്കാർ യൂണിവേഴ്സിറ്റികളിലേക്ക് കോളേജുകളിലേക്ക് സ്റ്റുഡൻസിനെ അയച്ചാൽ ഏജൻസിക്ക് കാശ് കിട്ടുമോ? അത് ബേസിക്കലി ഞങ്ങളൊരു ഓതറൈസ്ഡ് ഏജൻസി ആണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് സാധാരണ അവർക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ് ആണ്. ആ കോസ്റ്റ് ഏജൻസി വഴി ചെയ്യുന്നതോടെ അവർക്ക് ആ കോസ്റ്റ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ആ ഒരു കോസ്റ്റാണ് അവരൊരു കമ്മീഷൻ നല്ല രീതിയിൽ ഞങ്ങൾ പറയുന്നത് കൺസൾട്ടൻസി ഫീസായിട്ട് ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ കൊടുക്കാൻ പറ്റില്ല. അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഏജൻസികൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പിള്ളേരെ വിടാനായിരിക്കാം. എല്ലാ ഏജൻസീസും അല്ല, ഇതിനകത്ത് ബേസിക്കലി ഇത് പ്രൈമറി മോട്ടീവ് മണി മേക്കിംഗ് ആയിട്ട് വരുന്ന ഏജൻസീസ് ഉണ്ട്. അതെ. പക്ഷേ അതല്ലാതെ വളരെ ഞങ്ങളെ പോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഏജൻസീസ് ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏജൻസി പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ പലരും ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഒരു വഴിയായിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്നില്ലേ. അങ്ങനെ വന്നവർക്കാണ്, അങ്ങനെ ഉള്ളിടത്താണ് നമ്മൾ ഈ പ്രോബ്ലംസ് കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ഹലോ, നമ്മൾ ഈ പേരൻസിനോട് ഇപ്പം എല്ലാവരും ഇപ്പോൾ അഡ്മിഷനും കോളേജുകളൊക്കെ സെലക്ട് ചെയ്ത സമയമാണ്. അപ്പോൾ അങ്ങയുടെ ഈ ഒരു 3 പതിറ്റാണ്ട് 33 വർഷം ചെറിയ കാലമല്ല, അപ്പം അത് വലിയ ഹ്യൂജ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ 33 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പേരൻസിനോട് എന്താ പറയാനുള്ളത്, അങ്ങയുടെ അനുഭവങ്ങൾ? ഞങ്ങളെപ്പോഴും എല്ലാവരോടും പറയുന്നത് എന്തുകൊണ്ട് വിദേശത്ത് പഠിക്കണം, എന്തിനാണ് വിദേശത്ത് പഠിക്കുന്നത് ആദ്യം പറയുന്ന 4-5 പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വളരെ കൗൺസിലിങ്ങിൽ കൊടുക്കുന്ന പോയിൻറ്റ്സാണ് എന്തുകൊണ്ട് വിദേശത്ത് പഠിക്കാൻ വിടരുത്. അങ്ങനെയുണ്ടോ? അത് ഞങ്ങൾ പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് വരുന്ന ഒരാളുടെ ഞങ്ങൾ പറയാറുണ്ട്, വിദേശത്ത് പോകേണ്ടത് പറയാറുണ്ട്. അതിന് 1-2 കാര്യം പറയാം. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇഫ് നിങ്ങളുടെ കുട്ടിക്ക് ഈസ് കേപ്പബിൾ ഓഫ് ഗെറ്റിംഗ് ഇൻ ടു IIT or IIM കിട്ടാൻ സാധ്യതയുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ വിദേശത്ത് വിടേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഈ IIT-യിലോ IIM-ലോ അതൊരു ക്വാളിറ്റിയാണ് കേട്ടോ. സാധാരണ ആരെങ്കിലും അങ്ങനെ പറയത്തില്ല, ഇപ്പം വിദേശത്ത് പോയാലേ രക്ഷപ്പെടുള്ളൂ എന്നാ പറയുന്നത്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് IIT-യിലോ IIM-ലോ അഡ്മിഷൻ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നാച്ചുറലി അവർക്ക് വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ IIT-യിലോ IIM പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഫെസിലിറ്റി ഇന്ത്യക്ക് വെളിയിൽ എവിടെയും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഹാർവേഡ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ പോലും ഒരിക്കലും നമുക്കൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ കിട്ടത്തില്ല. അവിടെ അങ്ങനെ ട്രെൻഡ് ഒരു പോളിസി ഇല്ല അവിടെ. ഇന്ത്യയിൽ മാത്രമുള്ള ഒരു സിസ്റ്റമാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലേ ഉള്ളൂ അല്ലേ? മിക്കവാറും ഡെവലപ്ഡ് കൺട്രീസിലൊന്നുമില്ല. അവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനി വന്ന് റിക്രൂട്ട് ചെയ്ത് പോവുകയല്ല, അവരുടെ CV ജനറേഷൻ അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിക്ക് പ്ലേസ്മെന്റ് സെൽസ് ജോലി നമ്മൾ തന്നെ കണ്ടെത്തണം. കാര്യം അവിടെ മ്യൂച്വൽ ആണല്ലോ. ഇവിടുത്തെ പോലെ മ്യൂച്വലി ബെനിഫിഷ്യൽ മ്യൂച്വലി ഇഷ്ടപ്പെടുന്നതായിരിക്കണം. എംപ്ലോയറിനും എംപ്ലോയിക്ക് ഈക്വൽ റൈറ്റ് ഉണ്ട് അവിടെ. ഇവിടുത്തെ പോലെ ഓൺ സൈഡഡ് അല്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിക്കാറുള്ളത്. പക്ഷേ ഇവിടെ IIT IIM-ലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു പാക്കേജിലുള്ള സാലറി ഒന്നും ഒരിക്കലും വേറെ ആ ലക്ഷറി വേറെ എങ്ങും കിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പറയാറുണ്ട്, പലരും ഒരു പ്രോപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്ത ഒരാൾ, അതായത് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിദേശത്ത് പോകരുത്. അപ്പോൾ പലരും മിസ്ലീഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സെമസ്റ്ററിലേക്കുള്ള പൈസ നിങ്ങൾ എവിടെയെങ്കിലും ജനറേറ്റ് ചെയ്ത് ബാക്കിയൊക്കെ അവിടെ പോയി സ്കോളർഷിപ്പ് അല്ല വർക്ക് ചെയ്തുണ്ടാക്കാം. നമുക്ക് വർക്ക് ചെയ്യാം, ഡിപ്പെൻസ് ഓൺ ദ കൺട്രി, വർക്ക് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്ത് പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അവിടെ ലിവിങ് എക്സ്പെൻസ് ഉണ്ട്. ആ ലിവിങ് എക്സ്പെൻസിന് പുറമെ ട്യൂഷൻ ഫീസും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് പ്രാക്ടിക്കലി എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ടോട്ടലി അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വഴി പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം.